ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹയാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാനിങ്ങനെ എൻ്റെ ഹെയർ ആക്സസറീസ് ബിസിനസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഒന്നിങ്ങനെ അടുക്കി പെറുക്കി വെക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരുപാട് സാധനങ്ങൾ ഞാൻ ഇങ്ങനെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു തുടക്കകാലമൊക്കെ ഞാനിങ്ങനെ എന്താണ് വാങ്ങേണ്ടതെന്ന് വലിയൊരു ധാരണയൊന്നും ഇല്ലാതെ കുറേ ഐറ്റംസൊക്കെ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ബിഗിനേഴ്സിന്, അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന ആ ഒരു ബിഗിനേഴ്സിന് എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു പരിചയത്തിൽ, എൻ്റെ ഒരു അറിവിൽ ഈ ഒരു ഹെയർ ആക്സസറീസ് ബിസിനസ്സിലോട്ട് വരുന്ന ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് വാങ്ങിയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ വലിയ ചിലവും ഇല്ല, അതുമാത്രമല്ല നമ്മൾ ചെയ്ത സാധനങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഏറ്റവും നല്ലത് ഈ ഒരു ബിഗിനേഴ്സിന് ഒരു ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് ആദ്യം ചെയ്ത് നോക്കലാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ടിക് ടാക് ക്ലിപ്സ് വാങ്ങാൻ കിട്ടും, നമുക്ക് കടയിൽ നിന്നൊക്കെ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ക്ലിപ്സ് അതിലോട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ഒരു ബോ പോലെ ആക്കിയിട്ട്. അപ്പോൾ ഈ ഒരു ഷീറ്റൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോസ് ധാരാളം എൻ്റെ ചാനലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് കാണാം. അതുപോലെ തന്നെ 15 രൂപ നമുക്ക് കടയിൽ നിന്ന് ഇത് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമുക്ക് പല കളേഴ്സിലും നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സിലൊക്കെ ഒന്ന് വാങ്ങിയിട്ട് നമുക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെയർ ബാൻഡ് നമുക്കൊരു ബോ പോലെ ഉണ്ടാക്കിയിട്ടൊക്കെ ഹെയർ ബാൻഡിലോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏറ്റവും നല്ലൊരു ഐഡിയ, ഏറ്റവും നല്ലൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ സ്റ്റിക്കറുള്ള ടൈപ്പും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിക്കർ ഇല്ലാത്ത ടൈപ്പും നമുക്ക് ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ഇല്ലാത്തതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വാങ്ങാം. ഈ ഒരു ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ഫ്ലവർ അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് എൻ്റെ ചാനലിൽ തന്നെ കുറേ വീഡിയോസ് ഉണ്ട്. അല്ലാതെയും യൂട്യൂബ് ചാനലിൽ തന്നെ കുറേ ചാനലുകൾ നല്ല നല്ല വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് നോക്കിയപ്പോൾ ഞാനൊക്കെ ആദ്യകാലങ്ങളിൽ അങ്ങനെ തന്നെയാണ് പഠിച്ചത്. ഓരോ ചാനലിൽ പോയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് അതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമുക്ക് എല്ലാം ഒന്ന് ക്ലിക്കായി കിട്ടുക. അപ്പോൾ അതുപോലെ ചെയ്യാം. ഒരുപാട് നമുക്ക് ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല നല്ല സാധനങ്ങൾ, നല്ല നല്ല ഐറ്റംസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ വന്നിട്ട് ഈ ഒരു B7000 ഗ്ലൂ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ തുടക്കത്തിലേ കൺഫ്യൂഷൻ ആവേണ്ട. അപ്പോൾ ഞാനൊക്കെ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ കുറേ ഗ്ലൂ വാങ്ങിയിട്ടാണ് ഞാൻ ഈ ഒരു B7000 നല്ലതായിട്ട് തോന്നിയത് ഈ ഒരു B7000 ഗ്ലൂ ആണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയല്ലോ. അപ്പോൾ ഗ്ലിറ്റർ ഷീറ്റ് നമ്മൾ ചെയ്യുമ്പോൾ B7000 ഗ്ലൂ തന്നെ എല്ലാ ഹെയർ ബാൻഡും നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ഈ ഒരു B7000 ഗ്ലൂ തന്നെയാണ് ഉപയോഗിക്കൽ. അപ്പോൾ അത് ധൈര്യത്തിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. പിന്നെ ഇതാ നമ്മുടെ സാറ്റിൻ കവേർഡ് ഹെയർ ബാൻഡ്. അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ബാൻഡ് തന്നെ നമുക്ക് ധാരാളം ഉണ്ടാവും. മെറ്റൽ ഹെയർ ബാൻഡ് ഉണ്ടാവും, സാറ്റിൻ കവേർഡ് ഹെയർ ബാൻഡ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ചാനൽ അതൊന്നും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് കാണാം. അപ്പോൾ ഈ ഒരു B7000 ഗ്ലൂ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് കേട്ടോ. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റ് പോലെ തന്നെ ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയതാണ് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് ഹെയർ ബാൻഡ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് ഹെയർ ബാൻഡ് കൊണ്ട് നമുക്ക് ക്ലിപ്സും അതുപോലെ തന്നെ ഹെയർ ബാൻഡൊക്കെ നല്ല ഭംഗി തന്നെ ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെയും വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ ഒരു ബിഗിനേഴ്സിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ കിറ്റൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എൻ്റെ ചാനലിൽ അതും വീഡിയോസായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ എൻഡ് ബീഡാണ് കേട്ടോ. അപ്പോൾ എൻഡ് ബീഡൊക്കെ ഞാനിങ്ങനെ ബൾക്കായിട്ട് തന്നെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിലൊരു നമ്പർ കൊടുക്കാം. അപ്പോൾ അതിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. മാത്രമല്ല ഞാൻ ബിഗിനേഴ്സ് കിറ്റായിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് പോയിട്ട് കാണാം. പിന്നെ നമുക്കിത് അലിഗേറ്റർ ക്ലിപ്സ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് മെറ്റൽ ഹെയർ ബാൻഡാണ്. ഇതിൽ മെറ്റൽ ഹെയർ ബാൻഡ് അതുപോലെ തന്നെ സാറ്റിൻ കവേർഡ് ഹെയർ ബാൻഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഗ്ലിറ്റർ ട്യൂബ് എൻ്റെ കയ്യിൽ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ എൻഡിലായിട്ട് വെക്കുന്നതാണ് കേട്ടോ. എൻഡ് ടാപ്പ് നമ്മൾ എൻഡ് ബീഡ്സിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ തിൻ മെറ്റൽ ഹെയർ ബാൻഡ് കേട്ടോ. അപ്പോൾ ഇതിലോട്ടാണ് നമ്മൾ ഗ്ലിറ്റർ ട്യൂബ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ എൻഡിലായിട്ട് ആ ഒരു എൻഡ് ബീഡ്സോ അല്ലെങ്കിൽ എൻഡ് ടാപ്പോ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് ഹെയർ ബാൻഡാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ എൻഡ് ബീഡ്സും അതുപോലെ തന്നെ ആ ഒരു എൻഡിലായിട്ട് എൻഡ് ടാപ്പ് വെച്ചിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു കുറഞ്ഞ ചിലവിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചെയ്തെടുക്കാനും നിങ്ങൾക്ക് അതിൽ നിന്നിട്ട് ലാഭം കൊണ്ട് നിങ്ങൾക്ക് പുതിയ പുതിയ ഐറ്റംസ് വാങ്ങാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് വാങ്ങി വെക്കുന്നതിനെക്കാട്ടി നല്ല ഇതുപോലെ നമുക്ക് ചെറിയ വിലക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കാം. ഇത്രയും ഐറ്റംസ് വാങ്ങി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം എല്ലാം ഇതിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഹെയർ ക്ലിപ്സ്, ഹെയർ ബാൻഡ്, നിങ്ങൾക്ക് റബ്ബർ ബാൻഡായിട്ട് അതുപോലെ ചെയ്തെടുക്കാൻ പറ്റും.
ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നതിന് പകരം കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ കുറേ ഐറ്റംസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങളുടെ ബിസിനസ് സക്സസ് ആവുക കേട്ടോ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങി വെച്ചിട്ട് സെയിലായില്ലെങ്കിൽ നിങ്ങൾക്കത് നഷ്ടം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ, ചെറിയ വിലയിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നല്ലതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ബിഗിനേഴ്സിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.